നമസ്കാരം. എല്ലാവർക്കും ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. രണ്ട് മെത്തേഡിൽ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഏത് മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം, The books of a business showed that the capital employed on December 31, 2015 is rupees 5 lakh. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ 5 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷങ്ങളിലെ ലാഭം, അതായത് 2010 മുതൽ തുടങ്ങുന്ന 2010 40,000 രൂപ, 2012 50,000 രൂപ, 2010 എന്നുള്ളത് ടൈപ്പിംഗ് മിസ്റ്റേക്ക്, 2011 40,000, 2012 50,000, 2013 55,000, 2014 70,000, 2015 80,000. ആ ഇയർ കണക്കിലാക്കേണ്ട, നമുക്ക് 5 വർഷത്തെ ലാഭമാണ് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. 40,000, 50,000, 55,000, 70,000, 85,000. ഇതാണ് കഴിഞ്ഞ 5 വർഷങ്ങളിലുള്ള ലാഭം. ഇവിടെ നമുക്കത് പറഞ്ഞിരിക്കുന്നത്, യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. നമ്മളിത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഗുഡ്വിൽ കണ്ടുവരുത്തണം 3 years പർച്ചേസാണ്. അപ്പോൾ 3 years ഓഫ് പർച്ചേസിലാണ് കണ്ടെത്തേണ്ടത്. ഏത് മെത്തേഡാണെന്ന് ചോദിക്കഴിഞ്ഞാൽ ഓഫ് ദ സൂപ്പർ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഗിവൺ ദാറ്റ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്കിത് ഈ ഡാറ്റ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്, ആൻസർ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ആദ്യം ക്യാപിറ്റൽ rupees 5 lakh. ഇപ്പോൾ തന്നിരിക്കുന്ന ലാഭങ്ങൾ, ആ വർഷം നമുക്ക് കണക്കിലാക്കേണ്ട കാര്യമില്ല, ലാഭങ്ങൾ മാത്രം നമുക്ക് മാർക്ക് ചെയ്താൽ മതി. 40,000, 50,000, 55,000, 70,000, 85,000, 40,000, 50,000, 55,000, 70,000, 85,000. പിന്നെ പറഞ്ഞിരിക്കുന്നത് 3 years ഓഫ് പർച്ചേസാണ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. 3 years ഓഫ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 years ഓഫ് പർച്ചേസും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊരു 3-4 കാൽക്കുലേഷൻസ് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ആ കാൽക്കുലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആവശ്യമുള്ള ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ആവറേജ് പ്രോഫിറ്റാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ആവറേജ് പ്രോഫിറ്റാണ്. നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള വഴി നമുക്കറിയാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ നോക്കിയതാണ്. ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ആവറേജ് പ്രോഫിറ്റിൻ്റെ ഫോർമുല. നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കണ്ടതാണ് എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയൊക്കെയാണ്? 40,000, 50,000, 55,000, 70,000, 85,000. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 lakh കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തെ ലാഭമാണ്. 5 വർഷത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 നമ്മുടെ നമ്പർ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് 60,000. അപ്പോൾ ശ്രദ്ധിക്കുക, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ടാക്കുന്ന സാധാരണ ലാഭം എത്രയാണ്? നമ്മൾ ആദ്യം നമ്മുടെ കമ്പനിയുടെ ശരാശരി ലാഭം നമ്മൾ കണ്ടെത്തി. നമ്മൾ നോക്കേണ്ടത് ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന സാധാരണ ലാഭം എത്രയാണ്? അത് കണ്ടെത്താനുള്ള വഴി നമുക്കറിയാം. ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ ഇൻറ്റു മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ശതമാനം എത്രയാണ് ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ കഴിയും. നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 5 lakh എന്നുള്ള ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇനി അഥവാ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാകുന്ന അറിയാം? അസറ്റും ലയബിലിറ്റീസും തന്നിട്ടുണ്ടാവും. ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ അസറ്റും ലയബിലിറ്റീസും തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ്.
ഒരു ശ്രദ്ധിക്കുക, നെറ്റ് അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ നെറ്റ് അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ക്യാപിറ്റലിൻ്റെ പറയുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതിന് പകരം പറയുന്ന മറ്റൊരു വാക്കാണ് നെറ്റ് അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് തരാതെ ചിലപ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് എന്ന് തരാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടോട്ടൽ അസറ്റും എക്സ്റ്റേണൽ ലയബിലിറ്റീസും തരാം. അങ്ങനെ പല രീതിയിൽ തരാം. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പകരം പറയുന്ന വാക്കാണ് നെറ്റ് അസറ്റ്. അത് രണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ആ എമൗണ്ട് എടുത്ത് എഴുതാം. അതിന് പകരം അസറ്റും ലയബിലിറ്റീസും തരികയാണെങ്കിൽ നമുക്കറിയാം അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആ ഫോർമുലയിൽ നിന്നും ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഇത് നിങ്ങളുടെ നോട്ടിൽ ഈ ഫോർമുല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിൽ ഈ ഫോർമുല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് എന്നതിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ, നമുക്കത് കണ്ടെത്താനുള്ള വഴിയാണ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ആ രീതി ഉപയോഗിച്ച് നമുക്ക് എന്താണ് കണ്ടെത്താം, ക്യാപിറ്റൽ കണ്ടെത്താം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ തന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ക്യാപിറ്റൽ എടുത്ത് എഴുതാം. ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏറ്റവും അവസാനത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% തന്നിട്ടുണ്ട്. നമുക്കത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താം. ക്യാപിറ്റൽ 5 lakh ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. 10% എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 10 ഡിവൈഡഡ് ബൈ 100. 50,000 ആണ് നോർമൽ പ്രോഫിറ്റ്. 50,000 നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി. നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ് 60,000 രൂപ. ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സാധാരണ കിട്ടുന്ന ലാഭം, മറ്റുള്ളവർ സമ്പാദിക്കുന്ന ലാഭം 50,000 രൂപ. അപ്പോൾ മറ്റുള്ളവർ സാധാരണയായിട്ട് സമ്പാദിക്കുന്ന ലാഭം നോർമൽ പ്രോഫിറ്റ് 50,000 രൂപയാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ലാഭം എത്രയാണ്, 60,000 രൂപയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാളും അധികം ലാഭം ആരുണ്ടാക്കുന്നുണ്ട്, നമ്മളുണ്ടാക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും, മറ്റുള്ള സ്ഥാപനങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ലാഭത്തിനേക്കാളും അധികം ലാഭം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. മറ്റുള്ള സ്ഥാപനങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ലാഭത്തിനേക്കാളും അധികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലാഭത്തിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. അത് കണ്ടെത്താനുള്ള ഫോർമുലയും നമുക്കറിയാം, നമുക്ക് നമ്മുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. ആ ഫോർമുല നമ്മൾ എടുത്ത് എഴുതുകയാണെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നമ്മളെപ്പോലുള്ള മറ്റുള്ള ബിസിനസ്സുകാരുണ്ടാക്കുന്ന നോർമൽ പ്രോഫിറ്റ്. ആ രണ്ടും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടെത്തുന്നു, സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തി, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടെത്തണം, സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. സൂപ്പർ പ്രോഫിറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ സമ്പാദിക്കുന്നതിനേക്കാളും അധികം ലാഭം നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ളവരുണ്ടാക്കുന്ന ലാഭം 50,000 ആണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ലാഭം 60,000 ആണ്. അപ്പോൾ 60,000 മൈനസ് 50,000 ചെയ്താലും നമ്മളുണ്ടാക്കുന്ന സൂപ്പർ പ്രോഫിറ്റ് 10,000 ആണ്. ഈ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ 10,000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് കണ്ടെത്താം, ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഗുഡ് വില്ല് കണ്ടെത്തുകയാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും ഒരേപോലെയാണ് ഗുഡ് വില്ലിൻ്റെ ഫോർമുല. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിരുന്നു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആയ സമയത്ത് അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, അതിൽ ആവറേജ് എന്നുള്ളതിന് പകരം വെയ്റ്റഡ് ആവറേജ് ആയിട്ട് മാറി. സൂപ്പർ പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്തും അതേപോലെ തന്നെയാണ്. ആവറേജ് വെയ്റ്റഡ് ആവറേജ് എന്നുള്ളതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ഗുഡ് വില്ല് കണ്ടെത്താനുള്ള നമുക്ക് ഫോർമുല പഠിച്ചു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും ഒരേപോലെയാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എഴുതണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എഴുതണം. സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഫോർമുല സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 10,000 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്കറിയാം 3 ആണ്. അങ്ങനെയാണെങ്കിൽ
കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ 10,000 ഇൻറ്റു 3 30,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മളുടെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്. അപ്പോൾ 4 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ആദ്യം ആവറേജ് പ്രോഫിറ്റ്, രണ്ടാമത് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തി, പിന്നെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തി. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തി. സൂപ്പർ പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താം? ഗുഡ് വിൽ കണ്ടെത്താം. ഇത്രയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിൾ കാൽക്കുലേഷനാണ് ഗുഡ് വില്ലിൻ്റെ ഇതുവരെയുള്ളത്. ഇതെല്ലാം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക.